ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. കേസ് മറ്റന്നാളാണ് പരിഗണിക്കുന്നത്. മകൾ ആശുപത്രിയിലായത് കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് കോടതിയിലെത്താൻ സാധ്യതയില്ല. അല്ലെങ്കിൽ കോടതി കേസ് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. നമ്മുടെ വാദങ്ങൾ ശക്തമാക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ. അപ്പൊ സുഗതൻ മേനോനും കോടതിയിൽ വരാൻ സാധ്യതയില്ല അല്ലേ സർ? അവന്തിക വിശ്വസിക്കുന്നത് പോലെ അഡ്വക്കേറ്റ് ഗോകുൽരാജിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കൈയുണ്ടെങ്കിൽ അയാൾ വന്നില്ലെങ്കിൽ സുഗതൻ മേനോനും വരില്ല. അയാളുടെ മകൾക്ക് സീരിയസാ, പിന്നെങ്ങനെ അയാൾക്ക് കോടതിയിൽ വരാൻ പറ്റും? അല്ല, ആ കാഞ്ചനയും അവരുടെ അമ്മയും നമ്മുടെ കയ്യിൽ ഇപ്പോഴും സേഫ് അല്ലേ? അതൊന്നും സാർ പേടിക്കണ്ട. ഈ കേസ് തീരുന്നത് വരെ അവർ പുറത്തിറങ്ങില്ല. ഇപ്പോഴും അവര് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സാക്ഷി പറയാൻ അവരൊരിക്കലും കോടതിയിൽ എത്തില്ല. ആ, പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മൾ ഈ കേസ് ജയിക്കും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. സാറിന്റെ കയ്യിലാണ് എന്റെ രക്ഷ. പൂർണ്ണമായിട്ട് ഞാൻ സാറിനെ വിശ്വസിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ ഈ കേസിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. അവന്തിക വളരെ നിസ്സാരമായി ഈ കേസിൽ നിന്ന് ഊരി പോരുകയും ചെയ്യും. ശരി, ഞാൻ വിളിക്കാം. മോളെ, എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം. സത്യം പറഞ്ഞ അവര് നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് ആവശ്യം സുഗതൻ മേനോനാണ്. അയാളെ കുറിച്ചുള്ള രഹസ്യം അറിയുന്ന നിമിഷം അവർ നമ്മളെ കൊല്ലും. എന്താടി, ഞാൻ ഇത്തിരി കടുപ്പിച്ചപ്പോഴേക്കും അമ്മയും മോളും വല്ലാതെ അങ്ങ് തളർന്നു പോയോ? മൂർത്തി, അഴിച്ചുവിട്. ശരി മാഡം. സന്ദീപേ, അയ്യോ, അമ്മായി കരയുവാണോ? എന്താ അമ്മായി ഇത്? അമ്മായി പേടിക്കണ്ട, അമ്മായിയെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും പണ്ടെനിക്ക് ഒരുപാട് വെച്ചു വിളമ്പി തന്ന ആളല്ലേ. ആ സ്നേഹം എനിക്ക് അമ്മായിയുടെ എപ്പോഴും ഉണ്ടാവും. ഓ, സ്നേഹം? സ്വന്തം അമ്മാവനെ കൊന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹമോ? നിങ്ങൾക്ക് ഈ ലോകത്ത് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ജന്മം തന്ന അച്ഛനെയോ അമ്മയോ കൂടെ പറപ്പുകളെയോ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു മകളെ നിങ്ങൾ വളർത്തുന്നുണ്ടല്ലോ, നിങ്ങളുടെ ദത്തുപുത്രി. ആ കുഞ്ഞിനോട് പോലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വെറും അഭിനയല്ലേ?